ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കാന്താര 2 ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ മറ്റേ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ട്രെയിലറിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. നമുക്ക് കണ്ടിട്ട് തോന്നി അതെന്താണ് പറയുന്നത്. അപ്പോൾ ഈ കാന്താര 2 വരുമ്പോൾ ഈ ഒരു കാന്താര ഫസ്റ്റിനെ പറ്റി ഞാനൊരു ചെറിയൊരു റിവ്യൂ പറയാം. അത് എൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ ഇട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അവസാനം അതിൻ്റെ ഡയറക്ടർ റൈറ്റർ എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടിയാണ്. ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പടം കൂടിയാണ് കാന്താര. അത് ഋഷഭ് ഷെട്ടിക്ക് ഈ ഒരു ഡയറക്ഷനും അതിനകത്ത് തന്നെ ആക്ടിങ്ങും ചെയ്യാനെന്നെങ്കിൽ വലിയ ഒരു പാടുള്ള ഒരു കാര്യം തന്നെ. അത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ് കാന്താര ഫസ്റ്റിനകത്ത്. അത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് അവസാനത്തെ ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പടം വേറെ ലെവലിൽ, അതായത് ഫസ്റ്റ് പാർട്ടി കണ്ട ഒരു പടമല്ല സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അത് വേറൊരു ലെവലിലോട്ട് ആ പടം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് വരെ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അത് ഒരു ഫസ്റ്റ് പാർട്ടി തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അത് ഹിറ്റായി കഴിഞ്ഞപ്പം അവരതിനകത്ത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇപ്പം സാധാരണ ഇപ്പം അങ്ങനെയാണല്ലോ. ഇത് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ കാന്താരയ്ക്ക് മുന്നേ നടക്കുന്ന സ്റ്റോറികളുണ്ടല്ലോ, ആ സ്റ്റോറിയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് അവർ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ഹെവി ബഡ്ജറ്റ് ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട്. അത് നമുക്ക് ട്രെയിലർ കാണുമ്പം മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെയും ഡയറക്ടറും റൈറ്ററും ഋഷഭ് ഷെട്ടി തന്നെയാണ്. പുള്ളിക്കാരൻ വേറെ ലെവലായിട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ വയലൻസും എല്ലാ പരിപാടികളും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ട്രെയിലർ നോക്കുവാണെങ്കിൽ ടെക്നിക്കലി നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. ട്രെയിലർ കട്ടിങ് ആയാലും കിടിലിനാക്കിയിട്ടുണ്ട്, BGM എല്ലാം കിടിലിനാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമ്പാക്റ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന സെക്കൻഡ് പാർട്ട്. അതായത് ഈ ഒരു കാന്താര 2 വരുന്നത് പ്രീക്വൽ ആയിട്ടാണെങ്കിലും ആ ഫസ്റ്റ് പാർട്ട് ഇറക്കിയതിൻ്റെ മേളിൽ നിൽക്കുന്ന രീതി വേണം എടുക്കാൻ. പക്ഷേ ഇതവർ ഹെവി ബഡ്ജറ്റ് നല്ലോണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ അതേപോലെ ബാഹുബലി ഇറങ്ങിയതിന് ശേഷമാണ്, ബാഹുബലി ഫസ്റ്റും സെക്കൻഡും ഇറങ്ങിയതിന് ശേഷമാണ് ഇതുപോലത്തെ പടങ്ങൾ എല്ലാം സെക്കൻഡ് പാർട്ട് പിടിച്ച് കളിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പം ബാഹുബലി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ KGF, സലാർ, പുഷ്പ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളെല്ലാം സെക്കൻഡ് പാർട്ട് കളിക്കാൻ തുടങ്ങിയത് തന്നെ എൻ്റെ ബാഹുബലി ഇറങ്ങിയതിന് ശേഷമാണ്. ഈ ബാഹുബലി വെച്ച് നോക്കുകയാണെങ്കിൽ ബാഹുബലിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ബാഹുബലി ഫസ്റ്റാണ്. സെക്കൻഡിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റാണ്. അതുപോലെ KGF ഫസ്റ്റിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് വന്നത് KGF സെക്കൻഡാണ്. അല്ലാതെ നമുക്ക് ഈ കാന്താരയിലോട്ട് വരുമ്പം ഇപ്പം കേരളത്തിൽ നല്ല രീതിയിൽ ഓടിയൊരു പടം കൂടിയാണ്. അതായത് വലിയൊരു സ്റ്റാർ വാല്യൂ ഇല്ലാതെ തന്നെ നമുക്ക് കേരളത്തിൽ ഓടാൻ പറ്റിയെന്നുള്ളൊരു പടം കൂടിയാണ് കാന്താര. അത് തെളിയിച്ചു തന്ന പടം കൂടിയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് കാന്താരയ്ക്കകത്തുനിന്ന് തന്നെ കുറേ ഇതൊക്കെ എടുത്ത് പുഷ്പ 2 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് പറ്റിപ്പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രേമം എടുക്കുക, പ്രേമത്തിൻ്റെ ഒരു രണ്ടാം പാർട്ട് വന്നാലും പ്രേമത്തിൻ്റെ മേളിൽ നിൽക്കണം. അതേപോലെ പ്രേമവും ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ആ സമയത്തൊക്കെ. അതും അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. പക്ഷേ നമ്മളത് ഹിറ്റാക്കാൻ വേണ്ടി അവർ ഇറക്കുന്നതൊന്നുമല്ല, പക്ഷേ അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. ഈ കാന്താരയും അതേപോലെ അവരെ ഇറക്കി ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന അരമണിക്കൂറാണ് ആ പടത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ പടത്തിലുള്ളത്. അതില്ലെങ്കിൽ ആ പടത്തിനകത്ത് വലിയ രീതിയിലൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ മേളിൽ നിൽക്കുന്ന പടം ഇതിനകത്ത് എനിക്കൊന്നും ഈ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഇനി പടം ഇറങ്ങുമ്പം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ടെക്നിക്കലിയൊക്കെ നല്ല രീതിയിൽ അവർ നല്ല ബഡ്ജറ്റ് അവർ ഇറക്കുന്നുണ്ട്. അത് ഇവരുടെ അപ്പൂപ്പൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം ഋഷഭ് ഷെട്ടി ഫസ്റ്റിനകത്തുള്ള അതിൻ്റെ മുമ്പേ നടക്കുന്ന കഥയും കണ്ട പറയാൻ ശ്രമിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലൊന്നും ആയിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ ഒരു ആക്ട്രസ്സായിട്ട് വന്നത് രുക്മിണി വസന്താണ്. ഇപ്പം മദിരാസിക്കകത്തുള്ള നല്ലൊരു ആക്ട്രസ്സാണ്. ഇനി എങ്ങനെ അതിനകത്ത് പോർട്രേ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. ടെക്നിക്കലി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഒക്ടോബർ 2 ഇതിൻ്റെ റിലീസ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒക്കെ എടുത്ത് റിലീസ് ചെയ്ത ഒരു സിനിമയും കൂടി. അതായത് ഇവർ തന്നെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ ദുർമരണങ്ങൾ അവരുടെ കൂടെ തന്നെ ഉള്ളവരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാന്താര എന്ന് പറഞ്ഞാൽ ആ ഒരു കലാരൂപത്തിനെ ആസ്പദമാക്കി ഇവർ ഇറക്കുന്നത്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അതേപോലെയൊക്കെയുള്ള പ്രൊമോഷൻ അവർ വെളിയിൽ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മലയാളത്തിലും അതേപോലെ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഇതുപോലെ റിലീസാക്കത്തില്ലെന്ന്. അതുപോലെ അവർ റിലീസാക്കാതിരിക്കത്തില്ല. അപ്പോൾ അതേപോലെ വലിയൊരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ഒരു പടത്തിനും ഉള്ളത്. നല്ലൊരു ട്രെയിലർ കട്ടാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രീക്വലാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഒക്ടോബർ 2 സിനിമ കണ്ടിട്ട് ഞാനൊരു റിവ്യൂ ഇടാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.